നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും കേസ് എന്ന വാർത്ത കൂടി ഇപ്പോൾ പ്രേക്ഷകരെ തേടിയെത്തുകയാണ്. എങ്ങനെ ഒരു ജീപ്പ് നിറയെ ആൾക്കാർ ഇവനെ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുക. ഓഹോ, ഇവൻ അത്രയ്ക്ക് വലിയ VIP ആണ്. നോക്കട്ടെ. മുങ്ങി നടന്ന നിനക്കിനി ഒരായുസ് കഴിഞ്ഞാലും പുറത്തിറങ്ങാൻ കഴിയില്ല. വിലങ്ങ് വെക്കണോ? സ്വപ്നത്തിലൊരു ആക്സിഡന്റ് ഉണ്ടായി. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് നടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് കേസ്. ഇത് കഴിഞ്ഞില്ലേ? ഏതായാലും നീ കുറച്ച് ദിവസത്തേക്ക് ഫോണൊന്നും നോക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ വിളിച്ച് തെറി വിളിക്കാം. സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട്. നോക്ക്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. തിരുവനന്തപുരത്ത് നടിയുടെ പരാതിയിൽ കരമന സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറും. അത് നന്നായുള്ളൂ. ഫാസ്റ്റ് ഡെലിവറി. കേസ് 354A അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതായത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളല്ല രണ്ടാമത്തെ കേസിലും ചുമത്തിയിരിക്കുന്നത്. നമുക്കിങ്ങനെയൊക്കെയല്ലേ ഒരു ഉപകാരം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് ഇത്തിരി കൂടിപ്പോയി. തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. തമ്മിൽ ക്ഷമിച്ചും സ്നേഹിച്ചും ജീവിക്കുന്നതല്ലേ ജീവിതം. സമയം ജയസൂര്യ തന്നെ ബാത്റൂമിലേക്ക് പോകുന്ന സമയം കയറി പിടിക്കുകയായിരുന്നു എന്നും പിറകിൽ നിന്ന് കയറി പിടിക്കുകയായിരുന്നു എന്നാണ് മൊഴി. നീ ലേഡീസിനെ പിടിക്കുമല്ലോ റാസ്കൽ. ഇല്ല ഇല്ലേ? കണ്ടവരുണ്ടോ? ഉണ്ട് സാർ, ഞാൻ കണ്ടു. എന്താ കണ്ടത്? ഇങ്ങനെ തടഞ്ഞു നിന്നു, ഇങ്ങനെ കയറി പിടിച്ചു. പെമ്പിള്ളേർക്ക് ഈ പ്രായത്തിൽ പല മോഹവും വിചാരങ്ങളുണ്ടാവും. അതിൻ്റെയൊക്കെ പുറകെ കയറിത്തുള്ളിയാലേ നിന്റെ കാര്യം പോക്കാന്ന്. രണ്ടാമത്തെ കേസാണ് ഇപ്പോൾ ജയസൂര്യക്കെതിരെ ഇപ്പോൾ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിപ്പോ പ്രത്യേകം പറയണോ? ശരി.